സംഘികളുടെ ബജ്രംഗ് ദളുടെ വൃത്തികെട്ട വഴികൾ കണ്ടു നോക്കൂ. കേരള സ്റ്റോറി 2 ബോക്സ് ഓഫീസിൽ ഹിറ്റായില്ലെങ്കിലും അതിന്റെ പ്രൊപ്പഗണ്ട 100% സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഈ കേരള സ്റ്റോറി 2ന്റെ ഹെയ്റ്റ് സ്കൂൾ കുട്ടികളിൽ പോലും അടിച്ചേൽപ്പിക്കാനാണ് ബജ്രംഗ് ദൾ ആക്ടിവിസ്റ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടു നോക്കണം. મારાની લાલચમાં આ લોકો શું કરે છે ખબર? જયારે મારી અને કેટલી બેન બેટીઓ લઈ જાય છે તમને ખબર હોય તો મજિસ્ટ્રેટ પકડ્યો હતો. બધા બ્લેક ડાન્સ છે, કાયદા ત્યાંથી ચાલુ થયું અને આ બધા એવા જ લોકો છે. એટલે આપણા હિન્દુ વિસ્તારમાં મુસ્લિમને આપણે નથી રહેવા દેતા. રવિવાર સુધીમાં મકાન ખાલી કર્યા. ના ના ના, અમે તો બોરિયા વિસ્તાર માંગવા तो मुस्लिम परिवार को अपनी हिंदू समाज जहाँ ज्यादा रहती है वहाँ मत डालो. एक फुक्के के लिए खाली होली में एक बच्ची ने फुक्का फेंक दिया, उसमें मुस्लिम परिवार में हिंदू लड़के की जान ले ली. ये एक आते एक के साथ 10 को लेके आता, 10 के बाद 100 आता है. फिर हिंदू को रहना तो ध्यान रखो आप लोग. മനസ്സിലാവാത്തവർക്ക് ചുരുക്കി പറഞ്ഞു തരാം. അതായത് അവിടെ ആ ഏരിയയിൽ മുസ്ലിങ്ങൾക്ക് റെന്റിന് വീട് കൊടുക്കരുത്. അതായത് 5ഓളം കുടുംബങ്ങൾ അവിടെ റെന്റിന് താമസിക്കുന്നുണ്ട്. അവരെ ഒഴിപ്പിക്കണമെന്നാണ് ലാൻഡ് ലോഡ്സിനെ ത്രട്ടൺ ചെയ്തിരിക്കുകയാണ് ഈ ബജ്രംഗ് ദൾ ആക്ടിവിസ്റ്റുകൾ. അവർ പറയുന്നത് ഇവിടെയുള്ള നെയ്ബേഴ്സിന് ലവ് ജിഹാദിനെ പേടിയുണ്ട്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അവിടെ റെന്റിന് വീട് കൊടുക്കാൻ പാടില്ല, ഉള്ള ആളുകളെ ഒഴിപ്പിക്കണമെന്നാണ് ബജ്രംഗ് ദൾ പറഞ്ഞത്. ഈ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സംഘികളുടെ ബജ്രംഗ് ദളുടെ വൃത്തികെട്ട വഴികൾ കണ്ടു നോക്കൂ. ഏഴാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മഹാരാഷ്ട്രയിലെ സ്കൂൾ കുട്ടികളെയാണ് ഈ കാണുന്നത്. ഇവരെ ഈ ഹെയ്റ്റ് അവരുടെ ദേഹത്തും ഇൻജക്ട് ചെയ്യാൻ വേണ്ടി ഈ മൂവി കാണാൻ വേണ്ടിയിട്ട്, അതും ഫ്രീ സ്ക്രീനിങ് ആണ് നടക്കുന്നത്. സ്കൂളിൽ ടൂറിന്റെ സമയത്താണ്, അതായത് ടൂറിന് കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അതിന് സ്കൂളിന്റെ ഒത്താശയും. ഈ ബജ്രംഗ് ദൾ ആക്ടിവിസ്റ്റ് മാത്രമല്ല, കുട്ടികളോട് കൂടെ ടീച്ചേഴ്സും അതുപോലെ പാരന്റ്സും ഒക്കെ ഇവരെ കൂടെ വന്നിട്ടുണ്ട്. സ്കൂളിലെ കരിക്കുലം നിശ്ചയിക്കാൻ വേണ്ടി ബജ്രംഗ് ദൾ ആക്ടിവിസ്റ്റുകൾക്ക് ആരാണ് അധികാരം നൽകിയിട്ടുള്ളത്? ഇത് ഇപ്പോൾ ഈ ഒരു മഹാരാഷ്ട്രയിലെ ഒരു സ്കൂളിന്റെ കാര്യം മാത്രമല്ല, പല സ്കൂളുകളിലും ഇത് നടക്കുന്നുണ്ട്, പല സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. ആരാണ് ഇവർക്ക് ഇതിനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്? അതുമാത്രമല്ല, ഇതിനു മുൻപും പല സ്കൂളുകളിൽ പല മൂവീസും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പല സ്കൂളുകളിലും, പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലായിരുന്നു ആ സ്ക്രീനിങ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇത് ഫ്രീ സ്ക്രീനിങ് നടത്തിയിട്ടുണ്ട്. അതായത് കേരള സ്റ്റോറി 2 കാണാം. लेकिन जो मुगलों ने किया था वही आज हो रहा है, पर इतना है कि आप मीठा बोल के कर रहे हो, आप लव जिहाद कर रहे हो. आज क्या शुरू तुम्हारे कारण है, हर उस व्यक्ति के कारण शुरू है, क्योंकि कोई इनके साथ नहीं आ रहा है. और हम वचन देते कि माता जी के साथ हमारा पूरा धर्म, पूरे लोग इनके साथ है. आगे का डर छोड़ कर क्या होगा, इन जिहादियों से लड़ने के लिए हमारा क्या होगा? हमारे साथ कुछ गलत होगा? नहीं, अब गए होती, अब हिंदू एकजुट हो रहा है. हर वो माँ शेम नहीं बनेगा, अपने बेटे को बोलेगा अपने बेटे. കണ്ടില്ലേ, ഈ കോൺസ്പിറസി തിയറി
സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും ഇവർ കളിക്കുന്നുണ്ട്. പക്ഷേ ഫ്രീ സ്ക്രീനിങ് കൊടുത്തിട്ട് പോലും അവിടെ ഒരാളില്ല, അവിടെ എംപ്റ്റി ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അതായത് ഫ്രീ സ്ക്രീനിങ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രീ സ്ക്രീനിങ് കൊടുത്തിട്ട് പോലും, അതായത് ഫ്രീ ആയിട്ട് വന്നിട്ട് കണ്ടോ എന്ന് ബജ്രംഗ് ദൾ ആക്ടിവിസ്റ്റുകൾ പറഞ്ഞിട്ട് പോലും ആ തിയേറ്ററിൽ ആളില്ല, ആള് കയറുന്നില്ല. അതുപോലെ മറ്റൊരു ദൃശ്യം എന്ന് പറയുന്നത് ഇവർ പ്രതിജ്ഞ എടുക്കുന്നതാണ്. കേട്ടു നോക്കാം. ये प्रतिज्ञा लेते हैं कि हमारा जो भी व्यवहार होगा वो हिंदुओं से होगा। सब्जी भी लेंगे, बाल भी कटवाएंगे, चाहे जो भी करेंगे हिंदुओं से करेंगे। हमारा एक स्कूटी भी कौड़ी इन जिहादियों को कतई नहीं देंगे। व्यवहार भी हमारे लोगों के साथ होगा, तो हमारे धर्म को मानेंगे, हमको मानेंगे, हम उनके। ഇതിന്റെ രക്തചുരുക്കം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എക്കണോമിക്കലിയും സോഷ്യലിയും മുസ്ലിങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന ഒരു പ്രതിജ്ഞയാണ് അവരവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവർ ഈ ഒരു മൂവിയിലെ ഹെയ്റ്റിനെ സ്പ്രെഡ് ചെയ്യിക്കാൻ നോക്കുന്നത്, ആളുകളുടെ തലയിൽ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ കുട്ടികളെ പോലും ഇവർ വെറുതെ വിടുന്നില്ല. ഇന്ത്യയിൽ മറ്റു എത്ര പ്രശ്നങ്ങളുണ്ട്, എന്തിനേറെ പറയുന്നു യമുന നദി. യമുന നദിയെ ദൈവികമായിട്ടാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. പക്ഷേ അതിന്റെ കോലം ഒന്ന് കാണണം. हम ओखला इंडस्ट्रियल एरिया दिल्ली में, दिल्ली की यमुना जी में जा रही है, देख रहे हैं। ये है इनके ट्रीटेड वेस्ट वाटर की क्वालिटी। करोड़ों रुपए गवर्नमेंट टैक्स पेयर्स की इसमें लगा रही है ताकि यमुना की स्थिति रिपोर्ट्स में गाइडलाइंस को फॉलो कर रहे हैं ऑलमोस्ट, लेकिन ग्राउंड रियलिटी കണ്ടില്ലേ? കോടികൾ ചെലവിട്ട് ട്രീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുന്ന, യമുന നദിയിലേക്ക് വിടുന്ന വെള്ളമാണ് ആ കാണുന്നത്, ആ ഫ്ലോ ചെയ്തിട്ട് പോകുന്നത്. ഇതൊന്നും അവർക്ക് പ്രശ്നമില്ല, ഇതൊന്നും അവർക്കൊരു കാര്യമേ അല്ല, കൺസേണേ അല്ല. അതുപോലെ ഇപ്പോൾ LPG ഇഷ്യൂ ഉണ്ട്. ഈ LPG ഇഷ്യൂവിൽ BJPന്റെ ഒരു പ്രവർത്തക, അതായത് അന്ധഭക്തി രണ്ടു പേർ, അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് LPGക്ക് ഇനി 2000 അല്ല 5000 ആയിരുന്നാലും ശരി നമുക്ക് പ്രശ്നമില്ല, നമ്മൾ BJPക്ക് വോട്ട് ചെയ്യും, നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ കൺസേൺ എന്താണ്? ഇന്ത്യയിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ട്, അതൊന്നും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇവരുടെയൊക്കെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഹെയ്റ്റ് ആയിട്ടുള്ള, അതായത് റിലീജിയസ് പരമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി സ്പ്രെഡ് ചെയ്ത് ആളുകളുടെ കോൺസെൻട്രേഷൻ, ഫോക്കസ് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ച് ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് വിടുക എന്നുള്ളതാണ്. അപ്പോൾ റിയൽ പ്രോബ്ലത്തെ കുറിച്ച് ആരും സംസാരിക്കില്ല. അതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.